സ്നേഹാമസ് ആണ്. ഓക്കെ, നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മുകളിൽ തന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കവിതയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സഹി മിലാൻ കരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ബോക്സിലുള്ള ആൾക്കാരെ ഈ ബോക്സുകാരുമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നോക്കുക, ആദ്യം തന്നിട്ടുള്ളത് റിംചിം റിംചിം എന്നുള്ളതാണ്. റിംചിം റിംചിം എന്നുള്ളത് നമ്മുടെ മഴയുടെ സൗണ്ട് ആയിരുന്നു. അപ്പൊ എന്താണ്? വർഷ ആയി. ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ഫസ്റ്റ് ഭാഗം തന്നെ അല്ലെ. പിന്നെ നെക്സ്റ്റ് എന്താണ് നോക്കിക്കേ, ധർത്തിക്ക് ഭൂമിയുടെ ദാഹം മാറ്റി എന്നാണ് പറയുന്നുണ്ടായിരുന്നത് അല്ലെ. ദാഹത്തിന് നമ്മൾ പ്യാസ് എന്ന് പറയും. അപ്പൊ ഏതായിരിക്കും? പ്യാസ് ബുജായി എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെ. നെക്സ്റ്റ് നോക്കിക്കേ, ശ്യാമഘട്ടായി. കറുത്ത മേഘങ്ങൾ. കറുത്ത മേഘങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അലഞ്ഞു തിരിയുകയായിരുന്നു അല്ലെ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ പറയുന്നത്? ഘുമഡ് രഹിഹേ എന്ന് പറയുന്നതാണ് കറക്റ്റ് അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താണ്? നദി നാലിയം. നദി നാലിയം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നദികളും നാലികളെ, നാലി മീൻസ് എന്താണ്? ചാലുകളും എന്നുള്ള അർത്ഥം. നദികളും ചാലുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിറഞ്ഞൊഴുകുന്നുണ്ട്. അതിന് നമ്മൾ ഉമഡ് രഹിഹേ എന്ന് പറയും അല്ലെ. ഓക്കെ, ലാസ്റ്റ് നമുക്ക് എന്താ എടുക്കാനുള്ളത് നോക്കിക്കേ, താല് തലയ്യ. താല് തലയ്യ എന്നാണ് നമ്മുടെ കുളങ്ങളും പിന്നെന്താണ് തോടുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിറഞ്ഞൊഴുകിയെന്ന് തന്നെയാണ്. പക്ഷെ എന്താണ്? കുറച്ച് വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബരേ ഹുവേഹേ അല്ലെ. എന്താണ്? ബരേ ഹുവേഹേ എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതണം. നിർബന്ധമായിട്ട് ഇത് പഠിക്കും വേണം. ബൈ ബൈ.